നമ്മളിപ്പോൾ ഓണത്തിന് കളിക്കുന്ന മ്യൂസിക്കൽ ചെയർ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ചാരന്മാരെ കണ്ടുപിടിക്കാൻ ആർമിക്കാർ കണ്ടുപിടിച്ച ഒരു സൂത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? മ്യൂസിക്കൽ ചെയർ എങ്ങനെയാണ് ഉണ്ടായതെന്ന് കേട്ടാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹായ്, ഐ എം ശരത്. ദിസ് ഈസ് 100 Days of Untold Story സീരീസ് ഡേ 53. സ്റ്റോറീസ് ഇഷ്ടമായിട്ടും ഇപ്പോഴും ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ ഫോളോ ചെയ്താലേ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. നൂറ്റാണ്ടുകൾക്ക് മുന്നേ റോമിൽ ആയിരക്കണക്കിന് ബൈസൻഡേഴ്സ് ആർമീസ് ഉണ്ടായിരുന്നു. ഇവർക്കിടയിൽ ഒരുപാട് ചാരന്മാര് വരികയും ഒരുപാടധികം പട്ടാള രഹസ്യങ്ങൾ ചോർന്നു പോവുകയും ചെയ്യുമായിരുന്നു. 100 200 അല്ല, ആയിരക്കണക്കിന് ആർമി മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്നും ആ ഒരു സ്പൈയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമായിരുന്നില്ല. അപ്പോഴാണ് ആ ഒരു ആർമിയിലെ ചീഫ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ആയിരക്കണക്കിന് വരുന്ന ബൈസൻഡീസ് പട്ടാളക്കാർക്ക് ഏത് ടെന്റിൽ കിടക്കണം, ഏത് ഫോർമേഷനിൽ നിൽക്കണം, ഏത് വെപ്പണാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക കോഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ആർമി കൂട്ടത്തിനകത്തോട്ട് ഒരു സ്പൈ വന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസ് കിട്ടുന്ന സമയത്ത് ഈ ആർമിയിലെ കമാൻഡർ ആൻഡ് ചീഫ് ഇവരെല്ലാം തന്നെ ഒരു ഗ്രൗണ്ടിലോട്ട് നിർത്തും. ശേഷം ആ ഒരു കോഡോ അല്ലെങ്കിൽ മ്യൂസിക്കോ പ്ലേ ചെയ്യുന്ന സമയത്ത് എല്ലാ ആർമിക്കാരും അതിനനുസരിച്ച് ഫോർമേഷനിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ടെന്റിലോട്ട് ഓടിപ്പോവുകയോ ചെയ്യും. പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ സ്പൈ അവിടെ പെട്ടുപോവുകയായിരിക്കും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഫോർമേഷൻ ഒന്ന് തെറ്റി നിൽക്കുകയോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു ടെന്റിലോട്ട് കയറി പോവുകയോ ചെയ്താൽ ആ സ്പൈന്റെ കഥ അവിടെ കഴിയും. അതിക്രൂരമായിട്ട് ആ ഒരു ആർമിക്കാർ ആ സ്പൈയെ കൊല്ലും. റോമക്കാരുടെ ഈ ഒരു പട്ടാള ചിട്ട പിന്നീട് ഒരുപാട് പേര് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതിലൂടെയാണ് ഈ ഒരു മ്യൂസിക്കൽ ചെയർ വന്നിട്ടുള്ളതെന്നുമാണ് പറയുന്നത്. എല്ലാ ഓണത്തിനും നമ്മൾ ഫണ്ണായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഗെയിമിന്റെ പുറകിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് അറിയായിരുന്നില്ല എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യുക.